ഹായ് സുഹൃത്തുക്കളെ, ഞാൻ വന്നിട്ടുണ്ട്. ഇന്നിവിടെ മഴയാണ്, ഭയങ്കര മഴ. കണ്ടോ, രാവിലെ തുടങ്ങിയ മഴയാണ്. കുറച്ച് നേരം ഒന്ന് തോരും, പിന്നെ അങ്ങ് മഴ, ഭയങ്കരമായിട്ട് മഴ അങ്ങ് ഇരുണ്ട് ഇരിക്കുകയാണ് കാലാവസ്ഥ. ഇന്ന് ചന്തയിൽ പോയപ്പോൾ മീനില്ല. മീനെന്ന് വെച്ചാൽ അവിടെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇന്ന് മീൻകാരൊന്നും വലുതായിട്ടില്ല. അപ്പോൾ പൊടി നൊത്തോലി ഉണ്ടല്ലോ, കൂനി നൊത്തോലി എന്ന് വെച്ചാൽ നൊത്തോലിയുടെ ഏറ്റവും പൊടീനെ നമ്മളിവിടെ പറയുന്ന കൂനി നൊത്തോലി. അത് മാങ്ങയിട്ട് വയ്ക്കാൻ നല്ല സൂപ്പർ. അങ്ങനെ അതിന് ഇന്ന് മാങ്ങയിട്ട് 2 മാങ്ങയിട്ട് കറി വെച്ച് അടിപൊളി കറി എന്ന് വെച്ചാൽ വേറെ ഒരു കറിയും വേണ്ട, അത്ര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എന്തരൊക്കെ ഞാൻ വെച്ചെന്ന് നമുക്ക് പോയി നോക്കാം. എല്ലാവരും ലൈക്കും ചെയ്യണം, ഫോളോവും ചെയ്യണം, കമൻറ്റും ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. ഇന്ന് ചന്തയിൽ നിന്ന് മീനൊന്നുമില്ല, കൂനി നൊത്തോലി, ചെറിയ നൊത്തോലി. ഈ നൊത്തോലി, ചെറിയ നൊത്തോലിക്ക് ഞങ്ങളിവിടെ കൂനി നൊത്തോലി എന്നാണ് പറയുന്നത്. പിന്നെ മത്തി, അങ്ങനെ ഇത് മേടിച്ച് 2 കൂടി 100 രൂപയാണ്. അവിടെ കണ്ട മീൻ കണ്ടിരിക്കാൻ വേണ്ടി ബഹളം വെക്കുകയാണ്. അതാ കൈ പിടിക്കുകയാണ്. എൻ്റെ കൈ ഇരിക്കുന്നു. ഓ ഓ ഓ ഇതാ ഒരു തടി അവിടെ ഇരിക്കുന്നു, കണ്ട നോക്ക്. മീൻ ചോറാണ് കേട്ടോ, കണ്ട. കറി ഇന്ന് വെച്ച കറിയാണ്, കൂനി നൊത്തോലി ഇട്ട് പറ്റിച്ച് വെച്ച കറിയാണ് കേട്ടോ. ചെറിയ ഈ ചാളക്കുട്ടിയും കൂടി അതിനകത്തുണ്ട്, അത് കൂനി നൊത്തോലിക്കകത്ത് മാങ്ങ ഇട്ട് വെച്ച് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി. വേറൊരു കറിയും വേണ്ട കേട്ടോ. ആ കൂനി നല്ല പച്ച കൂനി നൊത്തോലിയായിരുന്നു. പിന്നെ മത്തി പൊരിച്ച്, പിന്നെ ആ കൂനി നൊത്തോലി തോരൻ വെച്ചതാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലതുപോലെ തോരൻ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മാങ്ങ അച്ചാർ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് ഇന്നത്തെ. വേറെ തോനിയും കറി എന്തിന്, നല്ലതാണെങ്കിൽ നമുക്ക് ഒരു കറി മതിയല്ലോ.